എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. നാളെ മുതലാണ് നമ്മുടെ 10 ദിവസത്തെ പ്രധാനപ്പെട്ട ഉപവാസ പ്രാർത്ഥനാ ദിവസങ്ങൾ നാളെ ആരംഭിക്കുന്നു. അങ്ങനെ 10 ദിവസം, ഈ വരുന്നതിൻ്റെ പിന്നത്തെ ശനിയാഴ്ച കൊണ്ട് 10 ദിവസം പൂർത്തിയാകുന്ന ആ പ്രധാന ഉപവാസ പ്രാർത്ഥനയിലേക്കും നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്, ദൈവം നല്ലവനാണ്. ഈ അവധിക്കാല കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീസസ് ക്യാമ്പിലൂടെ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് സ്വഭാവ രൂപീകരണമുണ്ടായെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞാനിങ്ങനൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്. അതായത് ജീവിതത്തിലെ കഠിനമായ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കഠിനമായ കാര്യങ്ങൾ നമ്മെ തിരഞ്ഞെടുക്കുമെന്ന്. അപ്പോൾ ജീവിതത്തിൽ സുഖകരമായത് തിരഞ്ഞെടുത്ത് നമ്മൾ ജീവിച്ചു പോകാൻ കഴിയില്ല. കഠിനമായതിനെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അത് ദൈവം നമ്മെ പണിയുവാൻ അനുവദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളാണ്. ഒന്നുകൂടി പറയാം, ജീവിതത്തിലെ കഠിനമായവ നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കഠിനമായവ നമ്മെ തിരഞ്ഞെടുക്കും. വിദ്യാഭ്യാസത്തിൽ നിന്ന് പല കുഞ്ഞുങ്ങളും ഇടക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്നത് അത് കഠിനമായി തോന്നിയിട്ടാണ്. കുടുംബജീവിതത്തിൽ നിന്ന് പലരും വിവാഹമോചനം തേടി പോകുന്നത് അത് കഠിനമായി തോന്നിയിട്ടാണ്. ബിസിനസ്സിൽ നിന്നും ജോലികളിൽ നിന്നും പല ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പലരും ഇറങ്ങിപ്പോകുന്നത് അത് കഠിനമാണെന്ന് തോന്നിയിട്ടാണ്. എന്നാൽ വാസ്തവമായിട്ടും ആ കഠിനമായവയാണ് നമുക്കൊരു ഭാവി തരുന്നത്. ഈ സത്യം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നമുക്ക് റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിലാണ് നമ്മൾ ഓരോ വാക്യങ്ങളായിട്ട് ഇങ്ങനെ ധ്യാനിച്ചു പോവുകയാണ്. ഇത് ആഴമായ ഗഹനമായ ഒരു തിയോളജിക്കൽ സ്റ്റഡിയല്ല. അങ്ങനെ ഇതിനെ ആരും കാണരുത്. പരിശുദ്ധാത്മാവ് ഓരോ വാക്യത്തിലൂടെയും തരുന്ന ഒരു ദൂത് പറഞ്ഞ് ഓരോ ദിവസത്തിലും പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഡീപ്പ് സ്റ്റഡിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ മറ്റു പല പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാൽ ഇത് കേൾക്കുന്നവർക്ക്, ജീസസ് എവരിഡേയിലൂടെ ഓരോ വാക്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ 17-ാം വാക്യമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. 16 വാക്യം വരെ നമ്മൾ പറഞ്ഞു. 17-ാം വാക്യം എങ്ങനെയാണ്? എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവമനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നവർ നീതിക്ക് ദാസന്മാരായി തീരുന്നത് എങ്ങനെയെന്നാണ് ഈ 2 വാക്യങ്ങളിൽ പറയുന്നത്. പാപത്തിൻ്റെ ദാസന്മാരായി തുടരാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ മതി. ഒരിക്കൽ ഒരു ഉപദേശിയെ, ഒരു സുവിശേഷകനെ, പാവപ്പെട്ട ഒരു സുവിശേഷകനെ ചില ഗവേഷകന്മാർ കളിയാക്കി. അവർക്ക് വളരെ അറിവുണ്ട്, പഠിപ്പുണ്ട്. അവർ ദൈവത്തെയൊന്നും വിശ്വസിക്കുന്നില്ല, സ്വർഗവും നരകമൊന്നും വിശ്വസിക്കാത്തവരാണ്. അവർ ഈ ഉപദേശി ബൈബിൾ പരസ്യമായി നിന്ന് പ്രസംഗിക്കുന്നത്, കവലകളിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് എല്ലാവരുടെ മുൻപിൽ അദ്ദേഹത്തെ ഒന്ന് അപമാനിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. അവർ ചെന്നിട്ട് പറഞ്ഞു, ഉപദേശി, താങ്കൾ പറയുന്നത് പോലെ ഈ സത്യങ്ങൾ ഞങ്ങൾക്കും അനുസരിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നരകത്തിലേക്ക് പോകുന്ന വഴി ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോയി ഒരു ഗവേഷണം നടത്താനാണ്. ഭൂമിയിൽ പല ഗവേഷണങ്ങൾ നടത്തി വിജയിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നരകത്തിലോട്ടുള്ള വഴി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് ആ വഴിക്കൊന്ന് തിരിഞ്ഞ് ഒരാഴമായ ഗവേഷണം നടത്താനാണ്. അതിന് ഉപദേശി പറഞ്ഞ ഒറ്റ വാക്ക്, അതിന് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യണ്ട, നിങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പോയാൽ കൃത്യം അവിടെ എത്തും. ആ വാക്ക് കേട്ടു നിന്നവരെയും പറഞ്ഞ ആ പരിഹാസികളെയും തൊടുവാനിടയായി. ഇപ്പോൾ പോകുന്ന വഴി
ഇന്ന് ലോകം പോകുന്ന വഴി, ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴി, അത് ഒടുവിൽ ചെന്നെത്തുന്നത് നരകത്തിൽ തന്നെയാണ്. എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു, ദൈവസന്നിധിയിൽ എത്തുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വിശ്വസിക്കുന്ന എല്ലാവരും ചെന്നെത്തുന്ന മറ്റൊരു സ്വർഗീയ നിത്യതയുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളവും പച്ചയായ പുൽപ്പുറങ്ങളുമുണ്ട്. അതിലേക്ക് പോകാനാണ്, ഒഴുക്കിന് നേരെ നീന്താനാണ് ദൈവം നമ്മെ ആക്കിയത്. ഒരു വെള്ളത്തിൽ, പ്രത്യേകിച്ച് ഈ കിഴക്കൻ ഭാഗത്തേക്ക് പത്തനംതിട്ട, ഇടുക്കി ഭാഗത്തോട്ടൊക്കെ പോയാൽ ചില അരുവികളിൽ, അത് പൊക്കത്തുനിന്ന് പാറക്കെട്ടുകളിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് അവിടെ കാണുന്നത്. ആ അരുവികളിൽ ചെറിയ മത്സ്യങ്ങളെ കാണാറുണ്ട്. അത് നമ്മുടെ ആലപ്പുഴ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ശാന്തമായ ഒഴുക്കിൽ ഉള്ള മത്സ്യങ്ങളല്ല, അവർ വ്യത്യസ്തരാണ്. ഈ മത്സ്യങ്ങൾ, ഈ കിഴക്കുള്ള മലമ്പ്രദേശത്തുള്ള മത്സ്യങ്ങൾ, അവരെപ്പോഴും വളരെ വേഗതയോടെ താഴോട്ട് കുത്തി ഒഴുകുന്ന വെള്ളത്തിൽ അതിനെ എതിർത്ത് നിന്ന് മുകളിലോട്ട് കയറാൻ പ്രാപ്തിയുള്ള മത്സ്യങ്ങളാണ്. അവർ ഒഴുക്കിന് നേരെ നീന്തുന്നവരാണ്. എപ്പോഴാണ് അവർ ഒഴുക്കിൽ പോകുന്നത്? ഒറ്റ സമയത്ത് മാത്രം, അത് ചാകുമ്പോൾ. മരിച്ചാൽ ഒഴുക്കിൽ പോകും. പാപസംബന്ധമായി അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു പാപി, ആ വ്യക്തിയെ വിളിക്കുന്നത്, ബൈബിൾ വിളിക്കുന്നത് മരിച്ച വ്യക്തി എന്നാണ്. മരിച്ച വ്യക്തി എപ്പോഴും വെള്ളത്തിൽ, വെള്ളം പോകുന്ന റൂട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കും, പൊതുവായ ഒഴുക്ക്. എന്നാൽ ജീവനുള്ള ഒരൊറ്റ മത്സ്യവും ആ ഒഴുക്കിൻ്റെ ഇഷ്ടത്തിൽ എവിടെയെങ്കിലും ചെല്ലില്ല. അവിടെയുള്ള മത്സ്യങ്ങൾ, എവിടെ? കിഴക്കുള്ള മലമ്പ്രദേശത്തുള്ള മത്സ്യങ്ങൾ ഒരിക്കലും കടലിലെത്താറില്ല. കാരണം അവർക്ക് ജീവനുള്ളത് കൊണ്ടും അവരെ ദൈവം ആക്കിയത് ഏറ്റവും ഒഴുക്കുള്ള സ്ഥലത്ത് ഒഴുക്കിനെ അതിജീവിച്ച് നിൽക്കാനായതുകൊണ്ടും അവരുടെ ജീവിതം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒഴുക്കിനെ അതിജീവിക്കുന്നതും സാഹചര്യങ്ങളെയെല്ലാം അതിജീവിക്കുന്നതും ജീവന്റെ ലക്ഷണമാണ്. ഇന്നിത് കേൾക്കുന്ന പലരും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില ഒഴുക്കിൽ പെട്ടുപോകാനല്ല, ഒടുവിൽ പട്ടുപോകാനുമല്ല, ആ ഒഴുക്കിനെ അതിജീവിച്ച് നിൽക്കണമെങ്കിൽ നാം പുതിയ സൃഷ്ടികളായി മാറണം. പാപത്തിൻ്റെ ദാസന്മാർ അവരെപ്പോഴും പാപത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ നീതിക്ക് ദാസന്മാർ, അവർ പാപത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കും. ഒന്നും കൂടി ഞാൻ ഈ വാക്യം വായിക്കാം. റോമർ 6:17-18. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെ പഠിപ്പിച്ച ഉപദേശങ്ങൾ, ആ ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നവർ നീതിയുടെ ദാസന്മാരായി മാറി. നീതിക്ക് അടിമയായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പാപത്തിന് അടിമയാകാൻ ഈ ലോകത്തിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ളതും ചുരുക്കമുള്ളതും അത് കണ്ടെത്തിയവരും ചുരുക്കമാണ്. ഇടുക്കം, ഞെരുക്കം, ചുരുക്കം. നരകത്തിലേക്കുള്ള വഴിയോ, വഴി വലുതും വിശാലവും, അതിലൂടെ പോകുന്നവർ അനേകർ. ഇന്ന് പൊതുവെ അനേകർ പോകുന്ന വഴിയിലൂടെ പോകാൻ ഒത്തിരി പേര് ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ അനേകർ പോകുന്ന വഴിയിൽ പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. കർത്താവ് വെച്ചിരിക്കുന്ന അനുഗ്രഹ വഴിയിലൂടെ നടക്കാനാണ്. അതിനൊരു വില കെട്ടിവെക്കണം. നരകത്തിലേക്കുള്ള വഴിയല്ല സ്വർഗത്തിലേക്കുള്ള വഴി. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നത് ചുരുക്കമാണ്. ഇടുക്കം, ഞെരുക്കം, ചുരുക്കം. ഇടുക്കം കാണുമ്പോൾ
ഞെരുക്കം കാണുമ്പോൾ പുറകോട്ട് പോകുന്നവർക്ക് ചുരുക്കം പേരുടെ ലിസ്റ്റിൽ വരാൻ കഴിയില്ല. നാം ചുരുക്കം പേരുടെ ലിസ്റ്റിൽ വരാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പാപത്തിൻ്റെ ദാസന്മാരായി വിശാലമായ പാപവഴിയിൽ പോയി അനർത്ഥത്തിൽ പെടുന്നതിനേക്കാൾ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തെ ഹൃദയപൂർവം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീരണം. ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, ഞാൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും, ഞാൻ സത്യസന്ധമായി ജീവിക്കും, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവ വഴിയിൽ നടക്കും. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി സ്വന്തമാക്കി എനിക്ക് ഫ്രീ ആയി തന്ന ഈ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കും. പാപത്തോട് ഞാൻ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് ഞാൻ മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടും. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന എഫർട്ടുകളാണ്. അപ്പോൾ ഹാർഡായിട്ടുള്ളതിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഹാർഡായിട്ടുള്ളത് തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവവചനം ഹൃദയപൂർവം അനുസരിക്കണം. അതാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും എങ്ങനെ പുറത്തുനിന്ന് വന്നെന്നറിയാമോ? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നു. ഹൃദയപൂർവം ദൈവവചനത്തെ സ്വീകരിച്ചപ്പോൾ. ഞാൻ ഒത്തിരി പേരെ ശ്രദ്ധിക്കാറുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നവർ, ദൈവവചനം കേൾക്കുമ്പോൾ അലസതയോടെ ഇരിക്കുന്നവർ, ദൈവവചനം കേൾക്കുമ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി, ഒരു കൊച്ചുകുട്ടി ആ വഴി നടന്നാൽ മതി, ആ കുട്ടിയെ നോക്കിയിരിക്കും. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ലേറ്റായി വരുന്നവരെ നോക്കി അവരോട് വർത്തമാനം പറയും. അവരെ ശ്രദ്ധിച്ച് ഈ വചനത്തിൽ നിന്ന് പോകും. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ പതുക്കെ ഒന്ന് അനങ്ങിയാൽ മതി, അത് നോക്കും, അല്ലെങ്കിൽ ഫോണുമായി വെളിയിലേക്ക് പോകും. ഇന്ന് ദൈവജനം നശിക്കുന്നതിൻ്റെ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മൾ അറിയണം, ദൈവജനം ഇന്ന് അധപ്പതിക്കുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഏകാഗ്രതയോടെ, തങ്കൽ ഏകാഗ്ര ചിത്തയോടെ ഇരിക്കുന്നവരുടെ എണ്ണം കുറയുന്ന ഈ കാലത്ത് ഹൃദയപൂർവം ദൈവവചനം അനുസരിക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇന്ന് സഭകളിൽ നടക്കുന്ന ഈ അനിശ്ചിതത്വം മാറ്റിയെടുക്കാൻ കർത്താവിലോട്ട് കൂടുതൽ ആത്മാർത്ഥതയോടെ കുറച്ച് പേർ എഴുന്നേറ്റ് വരണം. പുതിയ തലമുറയ്ക്ക് നമ്മൾ മാതൃകയാകണം. ഒരു കൂട്ടായ്മയിൽ ലേറ്റായിട്ട് വരുമ്പോൾ, ഒരു കൂട്ടായ്മയുടെ ഇടയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു കൂട്ടായ്മയിൽ അലസമായി ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇതിലൊന്നും വലിയ കാര്യമില്ല. എന്നാൽ ഒരു കൂട്ടായ്മയെ ബഹുമാനത്തോടെ കണ്ട്, അതിനെ വളരെ ഭക്തിയോടെ കണ്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും വലിയ സന്ദേശം കൈമാറുകയാണ്. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കൃപ കൊണ്ട് മൂടാം, കർത്താവിൻ്റെ ശക്തി കൊണ്ട് മൂടാം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ കാത്തിരിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ ഇന്നു മുതൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. വചനം ഹൃദയപൂർവം കേട്ട് അനുസരിച്ച് ജയാളികളായി ഇടുക്ക് വാതിലിലൂടെ ജയത്തിലേക്ക് കടന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഈ മക്കളെ സമർപ്പിക്കും. അതിന് വിരോധമായി ഓരോ വ്യക്തികളെയും അശ്രദ്ധയുള്ളവരാക്കി പാപത്തിൻ്റെ ദാസന്മാരാക്കി ഒതുക്കുന്ന ദൈവശക്തിക്ക് വിരോധമായതിനെ ഞങ്ങൾ ശാസിക്കുന്നു. കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും ഉയർച്ച പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഒത്തിരി പേര് ഇത് കേട്ട് ദൈവഭയമുള്ളവരാകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടി പറയാം, നാളെ വ്യാഴാഴ്ച മുതൽ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. കടന്നു വരണം. ഹൃദയപൂർവ്വം ദൈവവചനം കേട്ട് ജീവിതത്തെ മാറ്റുവാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.